മറ്റു വാർത്തകൾ നോക്കാം. കേരള സർവകലാശാലയിൽ VC രജിസ്ട്രാർ പോര് തുടരുന്നു. അടിയന്തര സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന ആവശ്യം ആവർത്തിക്കുകയാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു. സൂര്യ, കേരള സർവകലാശാലയിൽ VC രജിസ്ട്രാർ പോര് തുടരുന്ന ഒരു സാഹചര്യമാണ്. അടിയന്തര സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന ആവശ്യം ആവർത്തിക്കുകയാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആ ഒരു ആവശ്യം ഇതുവരെയും VC അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അടിയന്തര സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കണമെന്നും രജിസ്ട്രാറുടെ സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ ചർച്ച ചെയ്യണമെന്നുമുള്ള ആവശ്യമാണ് ഇടത് വിളിച്ചു ചേർക്കുന്നതിൽ ഒരു അനുകൂല തീരുമാനം ഇതുവരെയും വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്പലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അതിനിടയിലാണ് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ നിർണായക കൂടിക്കാഴ്ച ഇന്നലെ രാജ്ഭവനിൽ നടന്നിട്ടുണ്ടായിരുന്നത്. ആ കൂടിക്കാഴ്ചയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. കേരള സർവകലാശാലയുടെ പ്രതിസന്ധി അതിരൂക്ഷമായിട്ട് നിലനിൽക്കുന്ന സമയത്താണ് മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ നിർണായക കൂടിക്കാഴ്ച നടത്തുന്നത്. അതുകൊണ്ട് തന്നെ കേരള സർവകലാശാല വിഷയം കൂടിക്കാഴ്ചയിൽ ചർച്ചയായിട്ടുണ്ടാകും എന്നുള്ളത് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങളോ ചർച്ചയിൽ എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ ഇതുവരെയും ലഭ്യമായിട്ടില്ല. അതുകൂടാതെ തന്നെ KTU സർവകലാശാലയിലെ VC നിയമനത്തിലടക്കം ഉള്ള സർക്കാരിന്റെ പട്ടിക ഇതുവരെയും ചാൻസലർ അംഗീകരിച്ചിട്ടില്ല. ഈ വിഷയത്തിലടക്കമുള്ള തീരുമാനങ്ങൾ ഒരുപക്ഷെ ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തിട്ടുണ്ടാകണം എന്നുള്ളതാണ്. പക്ഷേ മോഹനൻ കുന്നുമ്പലിന്റെ കാര്യത്തിൽ VC ഇതുവരെയും രജിസ്ട്രാറുടെ സസ്പെൻഷൻ ഉള്ള തീരുമാനത്തിൽ ഒരു അയവ് വരുത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. സസ്പെൻഷൻ രജിസ്ട്രാർ KS അനിൽകുമാർ അംഗീകരിക്കണമെന്നുള്ള ആവശ്യത്തിൽ മോഹനൻ കുന്നുമ്പൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദുവുമായിട്ട് നടത്തിയ കൂടിക്കാഴ്ചയിലും സസ്പെൻഷൻ രജിസ്ട്രാർ അല്ലെങ്കിൽ KS അനിൽകുമാർ അംഗീകരിച്ചാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ കേരള സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഉള്ളൂ എന്നുള്ള കാര്യം VC വീണ്ടും ആവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ KS അനിൽകുമാറിന്റെ കാര്യത്തിൽ ഒരു അനുനയ നിലപാടും അത് VCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ സർക്കാരിന് തങ്ങളെടുത്ത നിലപാടുകളിൽ ഒരു അയവ് വരുത്തേണ്ടതായിട്ട് വരും. കാരണം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ചേർന്നുകൊണ്ടാണ് KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കിക്കൊണ്ട് അദ്ദേഹത്തെ വീണ്ടും രജിസ്ട്രാർ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ആ തീരുമാനത്തിന് പൂർണ്ണ പിന്തുണയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദു അടക്കം നൽകിയിട്ടുമുണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാടുകളിൽ ചെറിയ അയവുണ്ടാവുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. അങ്ങനെയെങ്കിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നിലപാടുകളിൽ അയവ് വരികയും KS അനിൽകുമാർ സസ്പെൻഷനിൽ തന്നെ തുടരുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ വിഷയത്തിൽ VC തീരുമാനിക്കുന്ന അല്ലെങ്കിൽ ചാൻസലർ തന്നെ തീരുമാനിക്കുന്ന ഒരു കാര്യത്തിലേക്ക് ഒരു അന്തിമ പ്രശ്നപരിഹാരത്തിലേക്ക് എത്തുമെന്നുള്ളത് തന്നെയാണ്. പക്ഷേ ആരായിരിക്കും ഈ ഒരു വിഷയത്തിൽ ഒന്ന് മയപ്പെടുത്തുക, നിലപാടുകളിൽ മയപ്പെടുത്തുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ അറിയേണ്ടത്. എന്തായാലും ഗവർണർ മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയിലെ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. കേരള സർവകലാശാലയിൽ എന്തെങ്കിലും ഒരു പ്രശ്നപരിഹാരം ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും വ്യക്തമാകേണ്ടതായിട്ടുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അതിനൊരു പ്രശ്നപരിഹാരം ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അടിയന്തര സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കണമെന്നും ആ യോഗത്തിൽ രജിസ്ട്രാറുടെ സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിൽ ഒരു ചർച്ച വേണമെന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ സസ്പെൻഷൻ KS അനിൽകുമാർ അംഗീകരിച്ച തീരാവുന്ന പ്രശ്നം മാത്രമേ കേരള സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഉള്ളൂ എന്നുള്ള കാര്യത്തിൽ VC മോഹനൻ കുന്നുമ്പലം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും രജിസ്ട്രാറും VCയും ഒക്കെ തന്നെ സർവകലാശാലയിൽ എത്തുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റ് ഫയൽ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ തന്നെയുള്ള പ്രതിസന്ധി VC സർവകലാശാലയിൽ എത്തിയതോടുകൂടി കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ KS അനിൽകുമാറിന്റെ കാര്യത്തിലാണ് ഒരു തീരുമാനം കൈക്കൊള്ളേണ്ടത്. അത് എന്താണ്? ഈ കഴിഞ്ഞ ദിവസം നടന്ന കൂടിക്കാഴ്ചയിലടക്കം തീരുമാനങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ദീപ്തി, ശരി. കേരള സർവകലാശാലയിൽ VC രജിസ്ട്രാർ പോര് തുടരുന്നു. അടിയന്തര സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന ആവശ്യം ആവർത്തിക്കുകയാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്. പാർലമെന്റ് വർഷകാല സമ്മേളനം